നമ്മൾ യൂസർ ബൈക്ക് എടുക്കാൻ നേരത്ത് നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കണോ അല്ലെങ്കിൽ നമ്മളായിട്ട് തപ്പിപ്പിടിച്ചെടുക്കണോ എന്നുള്ളത് തുടങ്ങാല്ലേ. ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും തന്നെ ഡ്രീം ആയിരിക്കും ഒരു ബൈക്ക് എടുക്കുക എന്നുള്ളത്. ഫണ്ട് ഇഷ്യൂസ് കാരണം പലവരും ഒരു യൂസർ ബൈക്ക് എന്ന കാറ്റഗറിയിലോട്ടായിരിക്കും പോകുന്നത്. ചില ഒരു പാഷൻ്റെ പുറത്തായിരിക്കും ആ ഒരു വണ്ടി ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് യൂസർ ബൈക്ക് എന്നുള്ള കാറ്റഗറിയിലോട്ട് പോകും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി മെക്കാനിക്കൽ സൈഡ് എന്തൊക്കെ നോക്കണമെന്ന് എന്തൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ മുമ്പ് എപ്പോഴും ഒരു വീഡിയോ ഇട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിന് ഉപരി നമുക്ക് വേറെ രണ്ട് കാര്യം ഇവിടെ നോക്കാണ്ട്. നമ്മൾ യൂസർ ബൈക്ക് എടുക്കാൻ നേരത്ത് നമ്മളൊരു ഷോപ്പിൽ പോയി എടുക്കണോ അല്ലെങ്കിൽ നമ്മളായിട്ട് തപ്പിപ്പിടിച്ചെടുക്കണോ എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി യൂട്യൂബിൽ വേറെ ആരും വീഡിയോ ഇട്ടിട്ടില്ലെന്ന് തന്നെ തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി എടുക്കണമെന്നോ ഇവിടെ പോയി എടുക്കണമെന്നൊന്നും പറയുന്നൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരും. അത് വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ കടയിൽ പോയി എടുക്കണോ അതോ സ്വന്തമായിട്ട് തപ്പിപ്പിടിച്ചൊരു വണ്ടി എടുക്കണോ എന്നുള്ളത്. പിന്നെ ഈ വീഡിയോയിൽ വലിയ വീഡിയോ ക്വാളിറ്റി നോക്കണ്ട. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ട്രൈപോഡ് വെച്ച് എടുക്കുന്നതുകൊണ്ട് ഞാൻ ബാക്ക് ക്യാമറ അല്ല ഫ്രണ്ട് ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. ഒരാളുടെയൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക് ക്യാമറ വെച്ച് എടുക്കണമായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ ക്വാളിറ്റി കുറവായിരിക്കും. പിന്നെ കുറച്ച് നാളായിട്ട് ഫുൾ വീഡിയോ ഒക്കെ കുറച്ച് ലാഗാണ്. ഒരു ചാനൽ ഇങ്ങനെ കുളമാക്കണമെന്ന് എൻ്റെ ചാനൽ കയറി നോക്കിയാൽ അത് മിക്സർ കണ്ടൻറ്റൊക്കെ ഇട്ടാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി എടുക്കുന്ന റീൽ ഷോർട്സ് ആയിട്ടൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആ ഷോർട്സ് മാത്രം ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കയറും. പക്ഷേ നിങ്ങളെ മെയിൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾ അഫക്റ്റ് ചെയ്യും. അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോൾ അത് നോക്കുന്നില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പോൾ ഷോപ്പും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവന്മാർ അതിൽ നല്ലവന്മാർ മോശമൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ ബെനിഫിറ്റ് മാത്രമാണ് നോക്കുന്നത്. ഇപ്പോൾ ഞാനായാലും പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിട്ട് താങ്ങാവിട്ട് നിൽക്കരുത്. എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ഒരു ദിവസം എന്നെക്കൂടെ തോന്നിപ്പിക്കരുത്. അപ്പോൾ ഒരു കടയിൽ ഒരാൾ വണ്ടി എടുത്ത് വെക്കുന്നുണ്ടെങ്കിലും അത് വിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് പ്രോഫിറ്റ് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു വണ്ടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 4000-5000 പ്രോഫിറ്റ് ഇല്ലാതെ ഒരുത്തനും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് തപ്പിപ്പിടിച്ച് ഡയറക്റ്റ് ഓണറുമായിട്ട് ഡീൽ ചെയ്താൽ വണ്ടി എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ അതിലും കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വണ്ടിയൊന്നും നോക്കാനൊന്നും അറിയില്ല. ചുമ്മാ പോയി ഒരുത്തൻ്റെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ പണി കിട്ടും. അപ്പോൾ ഒരാളെ നിന്ന് വണ്ടി എടുക്കാൻ പോകുന്നെങ്കിൽ ഒരു മെക്കാനിക്കെ കൊണ്ടുപോയി നോക്കിച്ചിട്ട് മാത്രം വണ്ടി എടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. OLX, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് അവരൊക്കെ തപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി ഒരുപാട് ചോയ്സ് കിട്ടും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നവന്മാർ ഇപ്പം ഞാൻ തന്നെ വീഡിയോ ഇടുന്നില്ലേ, എനിക്ക് കിട്ടുന്ന പണികൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ചിലവന്മാർ അവർക്ക് കിട്ടുന്ന പണികൾ കാണിക്കില്ല. വീഡിയോ എടുക്കുമ്പോൾ അത് എടുക്കുന്ന ആൾ തീരുമാനിക്കും, അത് കാണുന്ന ആൾ അതിനെങ്ങനെയൊക്കെ ഉൾക്കൊള്ളണമെന്ന്. അപ്പോൾ വീഡിയോയിൽ കിളിക്കുഞ്ഞ് വട്ടിക്കുഞ്ഞെന്നൊക്കെ പറയാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. ഒരു പക്ഷേ വണ്ടി നല്ല നീറ്റ് കണ്ടീഷനും ആയിരിക്കും. ബട്ട് അവരെ ഒന്ന് പിടിക്കുന്ന പ്രോഫിറ്റ്, പിന്നെ ആരും ചുമ്മാ എന്നല്ലല്ലോ കടയൊക്കെ എടുത്തിട്ടിരിക്കുന്നത്, അവർക്ക് പ്രോഫിറ്റ് വേണം. നിങ്ങൾ സ്വന്തമായിട്ട് തപ്പിപ്പിടിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് എന്തുകൊണ്ട് ബെറ്റർ. ആ ഒരു പ്രോഫിറ്റ് പൈസ നിങ്ങൾക്ക് കിട്ടും. ആ പൈസയ്ക്ക് വെച്ച് നിങ്ങൾക്ക് വണ്ടി മോഡിഫൈ ചെയ്യാം, നിങ്ങൾ ഇഷ്ടത്തിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ കടയിൽ നിന്ന് എടുക്കുമ്പോൾ പ്രോഫിറ്റ് മാത്രമല്ല, കൊള്ളലാഭം കൊള്ളാനും നിങ്ങളെ പറ്റിക്കാനും ഒരുപാട് പേരുണ്ട്. ഞാൻ കുറച്ച് ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞുതരാം. അപ്പോൾ എനിക്കറിയാവുന്നൊരു വർക്ക്ഷോപ്പിലൊരു പയ്യൻ പറഞ്ഞതാണ്, അവിടെ അടുത്ത് ഒരു യൂസ്ഡ് ബൈക്ക് സെയിൽ ചെയ്യുന്ന കടയുണ്ട്. അവിടുത്തെ വണ്ടികളൊക്കെ ഇവിടെയാണ് പണിയുന്നത്. പക്ഷേ അതെല്ലാം പണികളൊക്കെ പ്രോപ്പറായിട്ടൊന്നും ചെയ്യുന്നില്ല, തൊട്ട് വയ്ക്കും. നിങ്ങൾ ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോയി ഓട്ടിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളോ ഒന്നും തോന്നത്തില്ല. പക്കാ നീറ്റ് വണ്ടിയായിരിക്കും. നിങ്ങൾ ആ വണ്ടി എടുത്ത് കുറച്ചൊന്ന് ഓടി തുടങ്ങുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഓരോരോ പണികളായിട്ട് പൊങ്ങി വരുന്നത്. ഈ വീഡിയോ കാണുന്ന ചിലവന്മാർക്കെങ്കിലും അത് റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പോൾ അവന്മാർ കണ്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും എടുത്തോണ്ട് പണി ലാസ്റ്റ് അവന്മാർ വെറുത്ത് വണ്ടി വീട്ടിൽ കയറ്റിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ അവന്മാർ പണിതല്ല, നിങ്ങളല്ലാതൊരു വണ്ടി എടുത്തുകൊണ്ടാലും ഓടുന്നതിനനുസരിച്ച് തേയ്മാനം, അതിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എല്ലാം ഉണ്ട്. പിന്നെ ഇവന്മാർ 5000-10000 വണ്ടി കൊടുക്കുന്നതൊക്കെ പറയും. അതിലൊന്നും പോയി എടുക്കാതിരിക്കുക. നിങ്ങളെ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും EMI എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോകുന്നത്. അപ്പോൾ മാസം EMI, വണ്ടിയുടെ മെയിൻ്റനൻസ്, പെട്രോൾ എല്ലാം കൂടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല. അവന്മാർ പറയുന്ന പോലെ തന്നെ 5000-10000 എടുത്ത് തന്നെ വണ്ടി വീട്ടിൽ ഇരിക്കും, പുറത്തിറക്കാൻ പറ്റില്ല. പിന്നെ അത്രയും കഷ്ടപ്പെട്ടൊരു വണ്ടി എടുത്ത് ഓടണമെന്നൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഡ്രീം ബൈക്ക് RC 200 ആയിരുന്നു. പക്ഷേ ഞാൻ ഇതല്ലാതെ പോയി എടുത്ത വണ്ടിയാണ്. ഞാൻ തന്നെ പോയി നോക്കിയെടുത്ത വണ്ടിയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെയാണ് പോയി നോക്കിയെടുത്തത്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ എപ്പോഴും പറയാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടിയത്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു RC ആയിരുന്നെങ്കിൽ ഇപ്പോൾ EMI ഒന്നും ഇല്ലാതെ എടുത്താൽ പോയി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയേനെ. അപ്പോൾ ഇതൊരു പൾസറിൻ്റെ വണ്ടിയാണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്. നമ്മളെ കയ്യിൽ നിൽക്കാവുന്ന മെയിൻ്റനൻസ് കോസ്റ്റേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് നിൽക്കാത്ത ഇതൊന്നുമില്ല. അതിപ്പോൾ Dominar 400 ആയാലും അതേപോലെ തന്നെയാണ്. അപ്പോൾ വർക്ക്ഷോപ്പിലെ കാര്യം അപ്പോൾ അതേപോലെ തൊട്ടാണ് പണിത് വയ്ക്കുന്നത്. നിങ്ങൾക്ക് എടുത്ത് 2-3 വർഷം ഓടുമ്പോഴത്തേക്ക് എല്ലാ പണിയും കൂടെ അടിച്ചെങ്കിൽ കിട്ടും. പിന്നെ ഒരു ഇൻസിഡൻറ്റോട് പറഞ്ഞുതരാം. ഞാൻ കടയുടെ പേരോ ആരെയും എക്സ്പോസ് ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി അതിടയ്ക്ക് വെച്ചിട്ട് അവൻ എൻ്റെ അടുത്ത് റീലിട്ടൊന്ന് സെയിൽ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചായിരുന്നു. ചില പ്രത്യേക കാരണങ്ങളുണ്ട് എനിക്കത് ഇടാൻ വേണ്ടി പറ്റിയില്ല. ആക്സിഡൻ്റൊക്കെ ആയ വണ്ടിയായിരുന്നു. പക്ഷേ അപ്പോൾ അത് ജെന്യൂനായിട്ട് ഒരു യൂസ്ഡ് ബൈക്ക് ഡീലറിൻ്റെ കയ്യിൽ പറഞ്ഞാണ് വിറ്റത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റ് അവൻ ചവിട്ടി പിടിച്ച് 1,40,000 രൂപയ്ക്ക് എന്തോ ആ വണ്ടി എടുത്തത്. ആ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ വണ്ടി അയാൾ സെയിൽ ചെയ്തു. ഇവൻ 1,30,000-40,000 എന്തോ കൊടുത്തു. കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വണ്ടി എടുത്ത പയ്യനെ അവൻ കണ്ട്.
അവർ സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ആക്സിഡൻറ്റിൻ്റെ കാര്യമൊന്നും ആ ഡീലർ അത് കൊടുത്ത പയ്യൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഈ 40,000 രൂപയ്ക്ക് എടുത്ത വണ്ടി 1,70,000 രൂപയ്ക്ക് 80,000 രൂപയ്ക്കാണ് വിറ്റത്. ഒറ്റയടിക്ക് 30,000 രൂപ ലാഭം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു ഡീലർ ഇല്ലായിരുന്നെങ്കിൽ ഈ കൊടുത്ത പയ്യനും ഒരു 10,000 രൂപ കൂട്ടി വിൽക്കുമായിരുന്നു. ആ എടുത്ത പയ്യനും 70,000 അല്ല 20,000 രൂപ അവൻ ലാഭം കിട്ടിയതിന്. പിന്നെ ആക്സിഡൻ്റ് ആണെന്നുള്ള കാര്യം കറക്റ്റ് അറിഞ്ഞു കൊടുക്കായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലവന്മാർ ഈ സാധാ രീതിയിലെ ലാഭമല്ല കൊള്ള ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവന്മാരുടെ കയ്യിലൊന്നും ചെന്ന് പെടാതിരിക്കുക. പിന്നെ നിങ്ങൾ അവിടെ ഇപ്പോൾ ഷോപ്പിൽ പോകുമ്പോഴോ അവരെ കോൾ വിളിച്ചൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോഴോ നല്ല രീതിക്ക് കൺവിൻസിങ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് യാതൊരു രീതിയിൽ ഡൗട്ടിന് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് പറ്റിക്കപ്പെടുന്നത് ഫസ്റ്റ് ചാൻസ് ആയിരിക്കും. പക്ഷെ അവർ ഇതുപോലെ ഒരുപാട് പേരെ ഡീൽ ചെയ്ത് കാണും. അതുകൊണ്ട് ഓവറായിട്ട് സംസാരത്തിലും വിനയത്തിലൊന്നും ചെന്ന് വീഴാതിരിക്കുക. തള്ളാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. റെക്കോർഡല്ലേ അല്ല റെക്കോർഡിന്. കാരണം തള്ളി മറിക്കാൻ വേണ്ടി എല്ലാവർക്കും പറ്റും. അതിപ്പോൾ ഒരുപാട് പേരെ ഡീൽ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ അറിയാം പയ്യന്മാരെ എവിടെ പിടിച്ചാൽ എങ്ങനെയൊക്കെ വീഴുമെന്നും. ചിലവന്മാരൊക്കെ ഈ വണ്ടി വയ്ക്കുന്നത് എന്തോ ചാരിറ്റി കണക്കാണ് പറയുന്നത്. ഈ റേറ്റിൽ കുറച്ച് നിനക്കൊക്കെ വണ്ടി എവിടെയും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ. അതൊക്കെ ചുമ്മയാണ്. വണ്ടിയൊക്കെ എല്ലാ സ്ഥലത്തും കിട്ടും. അപ്പോൾ ഡയറക്റ്റ് ഓണറിൻ്റെ അടുത്ത് കണ്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ അവർ പണിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓടിക്കാൻ മനസ്സിലാവും. പ്രത്യേകിച്ച് നക്ക് പണിയൊന്നും ചെയ്ത് വെച്ച് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നില്ല. നല്ലൊരു റേറ്റിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാനും പറ്റും. കടയിൽ പോയി എടുക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ കടയിൽ പോയി എടുക്കുന്നത് അത്ര മോശം പരമായിട്ട് ഞാൻ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സ്വന്തമായിട്ട് വണ്ടി നോക്കി എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കടയിൽ പോയി എടുക്കുക. അത് നല്ല രീതിക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കടയിൽ പോയി എടുക്കുക. അതാകുമ്പോഴത്തേക്ക് അവർക്ക് ഈ വണ്ടി വിൽക്കുമ്പോഴുള്ള നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടി അവർ നിങ്ങളെ പറ്റിക്കാൻ പോകുന്നില്ല. കാരണം അവർക്ക് അവരുടെ റെപ്യൂട്ടേഷൻ സേവ് ചെയ്യണം. കാരണം ഇപ്പോൾ ഒരുത്ത വണ്ടി എടുത്ത് പണി കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഷോപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള റെപ്യൂട്ടേഷൻ പോകും. അപ്പോൾ റെപ്യൂട്ടേഷനും അവിടെ നിന്ന് വണ്ടി എടുത്ത കുറച്ച് പേരൊക്കെ തിരക്കിയിട്ട് വേണം ആ ഒരു ഷോപ്പിൽ നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി. പിന്നെ വണ്ടി നോക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ മെക്കാനിക്ക് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ AS ആണ് നോക്കാൻ പോകുന്നതെങ്കിൽ ഒരു AS ഉള്ള പയ്യനെ തന്നെ കൊണ്ടുപോയാലും മതി. കാരണം ഏതെങ്കിലും ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ ആ വണ്ടിയൊക്കെ എടുത്തു കൊടുക്കാൻ കൂട്ടുകാരൊക്കെ പോയിട്ട് കൊണ്ട് അതിപ്പോൾ എൻ്റെ ഇപ്പോൾ AS ആണിരിക്കണം. അപ്പോൾ NSഉം RSനൊക്കെ ആൾമോസ്റ്റ് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വണ്ടിയുള്ള ഞാൻ പോയി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ആ വണ്ടിയിലുള്ള ഏകദേശം കംപ്ലയിൻ്റ് ഒക്കെ മനസ്സിലാവും. എന്നും പറഞ്ഞൊരു ബുള്ളറ്റോ അല്ലെങ്കിൽ GT ഒക്കെ നോക്കാൻ വേണ്ടി എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ജസ്റ്റ് എൻ്റെ വണ്ടി പറഞ്ഞിട്ടുള്ളൊരു ബേസിക് മെക്കാനിക്കൽ നോളജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളെ കയ്യിരിക്കുന്ന വണ്ടീനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ അറിയായിരിക്കും. അതിൽ കിട്ടിയ പണികൾ നമുക്ക് നല്ല രീതിക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് പോയാലും മതി. അപ്പം ഇതൊന്നും പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങളൊരു കടയിൽ പോയി എടുക്കണം. കാരണം കടയിൽ അവർ വണ്ടി എടുക്കാൻ നേരത്ത് അവർക്ക് നല്ല രീതിക്ക് മെക്കാനിക്ക് ചെയ്യാനും അവരതിലേക്ക് ഇൻസ്പെക്ട് ചെയ്യും. അതിൻ്റെ ഷോറൂം ഹിസ്റ്ററി എടുക്കും. എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഒരു വണ്ടി എടുക്കുന്നത്. ഇത്രയും ചെക്ക് ചെയ്തിട്ട് എടുക്കുന്ന അവർ പറ്റിക്കപ്പെട്ടു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ചെക്ക് ചെയ്ത് എടുത്ത വണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ട് ഒരുപാട് പണി കിട്ടുന്നെങ്കിൽ മനസ്സിലാക്കണം അവന്മാർ നിനക്ക് തലയിൽ അതെടുത്ത് അടിച്ച് ഏൽപ്പിച്ച് തന്നതാണെന്ന്. കാരണം ഷോറൂമും അവരെയൊന്നും അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ അവർക്ക് നിങ്ങളെ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് ഫിറ്റ്നസിൻ്റെ വീഡിയോസൊക്കെ എപ്പോൾ ഇടുന്നുണ്ട്. കാലിസ്റ്റൻസിന് കൈ ഉണ്ടോടെ ഇച്ചിരി വ്യത്യാസമില്ലേ? പക്ഷേ അതിപ്പോൾ വർക്കൗട്ടും പമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട്. ഇനിയിപ്പോൾ 2-3 വീഡിയോസ് കൂടി എനിക്ക് എടുക്കാണ്ട് മിക്കവാറും ഇന്ന് തന്നെ എടുക്കും. നിങ്ങൾ എന്ന് കാണണമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. കാരണം ഇന്ന് വണ്ടിയുടെ ഇൻഷുറൻസ് തീരും. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് പൈസ ഒന്നുമില്ല, നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനൊരു പൈസ ഇല്ലാതെ ഇൻഷുറൻസ് എടുക്കേണ്ട ചെറിയൊരു ഹാക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർക്കൗട്ട് ആണെങ്കിൽ കാണാം. അടുത്തായിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ബൈക്ക് എടുത്ത ദിവസത്തിനെ പറ്റി, പിന്നെ ചെയിൻ മെയിൻ്റനൻസിനെ പറ്റി എനിക്ക് അറിയാവുന്ന എല്ലാ കാര്യം. ആ ഒരു വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഹാക്കും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ചിലവന്മാരെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് വണ്ടിക്ക് എങ്ങുമില്ലാത്ത രീതിയിൽ റേറ്റ് കുറവായിരിക്കും. അത് സംഭവം അവന്മാരെ വീഡിയോസിൽ മാത്രം റേറ്റ് കുറവ് കാണും. വിളിക്കുമ്പോഴത്തേക്ക് ആ വണ്ടി സോൾഡ് ഔട്ട് ആയെന്ന് കാണും. ചുമ്മാ അവർക്ക് എൻക്വയറി കിട്ടാൻ വേണ്ടി പിള്ളേരെ പറ്റിക്കാൻ വേണ്ടി വണ്ടിയുടെ റേറ്റൊക്കെ ഒരുപാടെന്ന് വെച്ചാൽ ഒരു ലിമിറ്റിൽ കൂടുതൽ താത്ത ഒരുത്തരും വണ്ടി വിൽക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഒരു 1,00,000 രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് അത് ഞാൻ കൊണ്ട് 50,000 രൂപയ്ക്ക് വിൽക്കുമോ? ഇല്ല. അപ്പോൾ അത്രയും റേറ്റ് കുറവായിട്ട് കണ്ടാൽ മനസ്സിലാക്കണം നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയും അവർക്ക് ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചുമ്മാ തള്ളിക്കയറ്റി വിടുന്നതാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ പറയും വണ്ടി സോൾഡായി അല്ലെങ്കിൽ സ്റ്റോക്കില്ല, വേറെ വണ്ടി സെറ്റ് ആക്കി തരാണ്. ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കുറച്ച് ലാഗൊക്കെ വേറെ കുറച്ച് കാര്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാൻ വേണ്ടി ആർക്കും താല്പര്യമൊന്നുമില്ല. പക്ക അവരത് അടി സ്ക്രിപ്റ്റ് അടിയൊക്കെ കാണാനാണ് താല്പര്യം. ഇപ്പം തന്നെ ചില അതിജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് അതിജീവിതം അല്ലാത്ത ഒരു അവിഹിതമാണ്. ചിലവന്മാർ അതിനെതിരെ സംസാരിച്ചുകൊണ്ട് അവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയതൊക്കെ അഡ്ഡാടും. എന്തൊക്കെയായാലും ഇവിടെ നടക്കുന്നത്. നമ്മൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞൊരു മൊണ്ണ ഹാക്കർ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അവനെ കണ്ടറിയാം, അവരൊരു പഴക്കേക്കും അറിയത്തില്ലത്. എന്തൊരു തണുപ്പല്ലേ എപ്പോഴേക്കും. ഈ ഒരു തണുപ്പൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇറങ്ങി തുടങ്ങിയ സമയത്ത് എനിക്കൊരു ജലദോഷവും ചുമയങ്ങ് പിടിച്ചു. രാത്രിയൊക്കെ ഫുള്ള് ചുമച്ചിട്ട് രാവിലെ ഞാൻ കിടന്നുറങ്ങുന്നത് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ ചുമ വരും. അതുകൊണ്ട് ഞാൻ 8 മണിക്കൊക്കെ കിടന്നുറങ്ങും. എന്നിട്ട് 3 മണിക്ക് അടിച്ച് ചുമയ്ക്കും. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. ഈ തണുപ്പെന്നൊക്കെ പറഞ്ഞ് രാത്രി 6 മണിക്ക് ശേഷം ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത തണുപ്പാട്. പിന്നെ ചുമയുണ്ട്. നമ്മളിപ്പോൾ രാത്രിയുള്ള യാത്രകളും ഇറക്കിയിടക്കൊക്കെ നിർത്തിയൊക്കെയാണ്. ഒരു 5 മണിക്ക് ശേഷം ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാറേ ഇല്ല.
നിങ്ങളൊരാളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളെന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കുക നിങ്ങളെ പറ്റിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത്ര പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അങ്ങനെയുള്ള പണികൾ കിട്ടാതിരിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടിയ പണി ചിലവന്മാരെ മൈൻഡ് സെറ്റ് എനിക്ക് കിട്ടിയ പണി ഞാൻ പറയാൻ പോകുന്നില്ല, അവന്മാർക്ക് പണി കിട്ടട്ടെ എന്നായിരിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. പണിയൊക്കെ കിട്ടിയെങ്കിൽ ചെറുക്കന്മാർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അപ്പോൾ മഴ വരുന്നു, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി. സോ ബൈ ബൈ.